ഗ്രാമത്തിനടുത്തുള്ള കാട്ടിലെ ഗുഹയിൽ പ്രേതമുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. റാം, സാം, സോനു ഇവർ 3 പേരും അങ്ങോട്ട് പോകുവാനായി തീരുമാനിച്ചു. അങ്ങനെ അവർ ആ ഗുഹയിൽ പ്രവേശിച്ചു. എന്നാൽ അതിനകത്ത് ഇരുട്ടായതുകൊണ്ട് അവർ കൈപിടിച്ച് നടക്കുവാൻ തീരുമാനിച്ചു. അവർ വളരെ കഷ്ടപ്പെട്ട് ഗുഹയുടെ മറുഭാഗം കണ്ടെത്തി. അവിടെ എത്തിയതും റാം പറഞ്ഞു, ഞാൻ സോനുവിൻ്റെ കൈ പിടിച്ചതുകൊണ്ട് എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. രണ്ടാമതായി സോനു പറഞ്ഞു, ഞാൻ നിങ്ങൾ 2 പേരുടെയും കൈ പിടിച്ചതുകൊണ്ട് എനിക്കും പേടിയൊന്നും തോന്നിയില്ല. മൂന്നാമതായി സാം പറഞ്ഞു, ഞാൻ നിങ്ങൾ 2 പേരുടെയും കൈ പിടിച്ചതുകൊണ്ട് എനിക്കും പേടിയൊന്നും തോന്നിയില്ല. ഇത് കേട്ടപ്പോൾ അവർക്ക് അവിടെ പ്രേതമുണ്ടെന്ന് മനസ്സിലാവുകയും അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്താ നിങ്ങൾക്ക് പറയാമോ എങ്ങനെയാണത് മനസ്സിലായതെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. സാമും സോനുവും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. സോനു നടുവിൽ നിൽക്കുകയാണെങ്കിൽ സാമിന്റെ മറ്റേ കൈ പിടിച്ചത് ആരാണ്? ഇങ്ങനെയാണ് അവർക്കവിടെ പ്രേതമുണ്ടെന്ന് മനസ്സിലായത്. വരൂ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നഗരത്തിൽ ധാരാളം സോംബികൾ ഇറങ്ങി. റോഹൻ അവരിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ഓടുവാൻ തുടങ്ങി. എന്നാൽ ബിൽഡിംഗ് ലോക്ക്ഡാണ്. ലോക്ക് തുറക്കണമെങ്കിൽ ഒരു കോഡ് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്താ ഈ ഒരു ഇക്വേഷൻ നോക്കി നിങ്ങൾക്ക് പറയാമോ എന്താണ് കോഡെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. എന്താ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? 3 ആപ്പിളിൻ്റെ വിലയാണ് 15. അങ്ങനെയാണെങ്കിൽ ഒരു ആപ്പിളിൻ്റെ വില 5 എന്ന് കിട്ടുന്നു. 2 മാങ്ങയും ഒരു ആപ്പിളും കൂട്ടിയാൽ 17 ആണ്. 17ൽ നിന്ന് ആപ്പിളിൻ്റെ വിലയായ 5 കുറച്ച് കഴിഞ്ഞാൽ 12. അങ്ങനെയാണെങ്കിൽ മാങ്ങക്ക് 1ന് 6 എന്ന് കിട്ടുന്നു. ഒരു സ്ട്രോബെറിയും 2 ആപ്പിളും കൂട്ടി കഴിഞ്ഞാൽ 14 ആണ്. അതിൽ നിന്ന് 2 ആപ്പിളിൻ്റെ വിലയായ 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മാങ്ങയും ഒരു ആപ്പിളും ഒരു സ്ട്രോബെറിയും കൂട്ടിയാൽ 4 + 5 + 6 15 എന്ന് ഉത്തരം കിട്ടുന്നു. എത്ര പേർക്ക് ഉത്തരം കിട്ടി? കിട്ടിയവർ മറക്കാതെ കമൻറ്റ് ചെയ്യൂ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വരൂ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാഹുലിന് ഇന്നൊരു പാർട്ടിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ രാത്രി തയ്യാറായി നിന്നു. എന്നാൽ അവന് പാർട്ടിയുള്ള വീട് ഏതാണെന്ന് കൃത്യമായി അറിയില്ല. എന്താ ഈ 3 വീടുകൾ നോക്കി നിങ്ങൾക്ക് പറയാമോ ഏതാണ് പാർട്ടിയുള്ള വീടെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതിൽ എ എന്ന വീടിന് മുമ്പിൽ നമുക്ക് ധാരാളം ചെരുപ്പുകൾ കാണാം. അതുകൊണ്ട് തന്നെ അതാണ് പാർട്ടി നടക്കുന്ന വീട്. ഇത് മനസ്സിലാക്കിയ റോഹൻ നേരെ വീടിനടുത്തേക്ക് ചെന്നു. വീടിന് പുറത്തായി ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവിടേക്ക് പെട്ടെന്ന് സോനു വന്നു. സോനു പറഞ്ഞു, എൻ്റെ പേര് സോനു എന്നാണ്. എൻ്റെ കോഡ് 4 ആണ്. അത് പറഞ്ഞതിന് ശേഷം സോനു വീടിനകത്തേക്ക് പ്രവേശിച്ചു. ശേഷം അവിടേക്ക് സോഹൻ വന്നു. സോഹൻ പറഞ്ഞു, എൻ്റെ പേര് സോഹൻ. എൻ്റെ കോഡ് 5. ഇതിനുശേഷം സോഹനും വീടിനകത്തേക്ക് പ്രവേശിച്ചു. രാഹുലിന് മനസ്സിലായി എന്താണ് അവൻ്റെ കോഡെന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ എന്തായിരിക്കും അവൻ്റെ കോഡെന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോരുത്തരുടെയും പേരിൻ്റെ ലെറ്റേഴ്സിൻ്റെ എണ്ണമാണ് അവരുടെ കോഡായി വരുന്നത്. സോനുവിൻ്റേത് 4 അക്ഷരമായിരുന്നു. അപ്പോൾ സോനുവിൻ്റെ കോഡ് 4 ആണ്. സോഹൻ്റേത് 5 അക്ഷരമായിരുന്നു. അപ്പോൾ സോനുവിൻ്റേത് 5 ആണ് കോഡ്. അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ കോഡ് 5 എന്നാണ്. രാഹുൽ 5 എന്ന കോഡ് പറഞ്ഞതിന് ശേഷം വീടിനകത്തേക്ക് പ്രവേശിച്ചു. വരൂ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൃത്താകൃതിയിലുള്ളൊരു വീട്ടിലായിരുന്നു ജോൺ താമസിച്ചിരുന്നത്. ഒരു ദിവസം ജോൺ കൊല്ലപ്പെട്ടു. ക്രൈം സീനിൽ പോലീസ് എത്തിച്ചേർന്നു. പോലീസ് സംശയം തോന്നിയ 3 പേരെ ചോദ്യം ചെയ്തു. ആദ്യമായി അവിടുത്തെ ജോലിക്കാരെ ചോദ്യം ചെയ്തു. ജോലിക്കാരി പറഞ്ഞു, ഞാൻ രാവിലെ മുതൽ വീടിൻ്റെ മുക്കുമൂലയും അടിച്ചു വാരുകയായിരുന്നു. ഈ കൊലപാതകത്തെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയില്ല. ശേഷം പോലീസ് തോട്ടക്കാരനെ വിളിച്ചു. തോട്ടക്കാരൻ പറഞ്ഞു, ഇന്നലെ ധാരാളം ചെടികൾ വാങ്ങിയിരുന്നു. ഞാൻ രാവിലെ മുതൽ ആ ചെടികൾക്കെല്ലാം വെള്ളം നനയ്ക്കുകയായിരുന്നു. ഈ കൊലപാതകത്തെക്കുറിച്ച് എനിക്കും ഒന്നും തന്നെ അറിയില്ല. അതിനുശേഷം പോലീസ് പാചകക്കാരനെ വിളിപ്പിച്ചു. പാചകക്കാരൻ പറഞ്ഞു, സാറിന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെ മുതൽ അതുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയില്ല. 3 പേരും പറഞ്ഞത് കേട്ട് പോലീസിന് മനസ്സിലായി ആരാണ് കൊലയാളി എന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ ആരാണ് കൊലയാളി എന്ന്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ.
എന്താ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? വേലക്കാരി പറഞ്ഞത് വീടിൻ്റെ മുക്കുമൂലയും അടിച്ചു വാരുകയായിരുന്നു എന്നാണ്. വൃത്താകൃതിയിലുള്ള വീടിന് എങ്ങനെയാണ് മുക്കുമൂലയും ഉണ്ടാവുക? ഇതുകൊണ്ട് തന്നെ പോലീസിന് കൊലയാളി വേലക്കാരിയാണെന്ന് മനസ്സിലായി. വരൂ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നഗരത്തിൽ ഒരു കള്ളൻ ഇറങ്ങി. കള്ളൻ വീടുകളിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുവാനും തുടങ്ങി. കള്ളൻ ആദ്യം ഈ വീട്ടിൽ നിന്ന് സാധനം മോഷ്ടിച്ചു, ശേഷം ഈ വീട്ടിൽ നിന്നും, അതിനുശേഷം ഈ വീട്ടിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ചു. എന്താ നിങ്ങൾക്ക് പറയാമോ, ഈ 3 വീടുകളിൽ ഏത് വീട്ടിലായിരിക്കും അടുത്തതായി കള്ളൻ മോഷ്ടിക്കാൻ ശ്രമിക്കുക? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ. ആദ്യം കള്ളൻ ഒരു നിലയുള്ള വീട്ടിൽ നിന്നാണ് മോഷണം നടത്തിയത്, ശേഷം 2 നിലയുള്ള വീട്ടിൽ നിന്നും, അതിനുശേഷം 3 നിലയുള്ള വീട്ടിൽ നിന്നും. അങ്ങനെയാണെങ്കിൽ അടുത്തതായി 4 നിലയുള്ള വീട്ടിലാണ് കള്ളൻ മോഷണം നടത്തുക. എന്താ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായുള്ള ഉത്തരം കിട്ടിയോ? കിട്ടിയവർ താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്